അങ്കമാലി ശബരി റെയിൽ പദ്ധതി 2 ഘട്ടമായി നടപ്പാക്കാൻ തീരുമാനം. അനുമതി തേടി കേന്ദ്രത്തെ സമീപിക്കും. RBIയുമായുള്ള ത്രികക്ഷി കരാർ വേണ്ടെന്ന് സർക്കാർ തീരുമാനം. തൽക്കാലം സിംഗിൾ ലൈൻ മതിയെന്നും നിലപാട് പാത ഇരട്ടിപ്പിക്കൽ പിന്നീട് പരിഗണിക്കണമെന്നും നിലപാടെടുക്കുന്നു. വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുകയാണ്. പ്രജിത്ത്, 2 കാര്യങ്ങളാണ് ഈ യോഗത്തിൽ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ത്രികക്ഷി കരാർ വേണ്ട എന്ന നിലപാട് സംസ്ഥാന സർക്കാർ കൈക്കൊള്ളുകയാണ്. രണ്ടാമത്, സിംഗിൾ ലൈൻ മാത്രം മതി. എന്താണ് യോഗത്തിലുണ്ടായ ധാരണ? ഇന്ന് പ്രത്യേകിച്ച് ഈ അങ്കമാലി എരുമേലി ശബരിപാതയിൽ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നതിനുള്ള ചർച്ച ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടന്നിരുന്നു. ഈ യോഗത്തിലാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ 2 നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഒന്ന്, RBIയുമായി ചേർന്നുള്ള ത്രികക്ഷി കരാർ, RBIയുമായി ചേർന്ന സംസ്ഥാനം, RBI, റെയിൽവേ ഇങ്ങനെ 3 കക്ഷികളുമായി ചേർന്നുള്ള ത്രികക്ഷി കരാർ വേണ്ട എന്നുള്ള നിലപാടാണ് ഇപ്പോൾ സംസ്ഥാനം സ്വീകരിക്കുന്നത്. ഇത് കേന്ദ്രം മുന്നോട്ട് വെച്ചൊരു രീതിയായിരുന്നു. അതോടൊപ്പം തന്നെ ദക്ഷിണ റെയിൽവേ ഈ പാത ഡബിൾ ലൈൻ തന്നെ വേണമെന്നുള്ളത്, ഒറ്റവരി പാതയല്ലാതെ 2 വരി പാത തന്നെ വേണമെന്നുള്ള ഒരു നിലപാട് മുന്നോട്ട് വെച്ചിട്ടുണ്ട്, ഒരു നിർദ്ദേശവും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ 2 നിർദ്ദേശങ്ങൾ നിൽക്കുമ്പോഴാണ് സംസ്ഥാനം ഇത്തരത്തിൽ ഒറ്റവരി പാത മതി എന്നൊരു കടപിടുത്തത്തിലേക്കും അതോടൊപ്പം തന്നെ ഈ ത്രികക്ഷി കരാർ വേണ്ട എന്നുള്ളൊരു സമീപനവും സ്വീകരിക്കുന്നത്. അത് ഈ പദ്ധതിയെ ഇന്നും വൈകിപ്പിക്കാനുള്ള ഒരു സാധ്യതയൊക്കെ ഇക്കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. കാരണം സർക്കാർ ഈ രീതിയിലുള്ള ഒരു നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ കേന്ദ്രം അത് പ്രതികരിക്കുന്ന ഏത് രീതിയിലായിരിക്കും എന്നുള്ളതെല്ലാം ശ്രദ്ധേയമാണ്. എന്തായാലും ഈ കിഫ്ബി വഴി പദ്ധതിയുടെ 50% ചെലവ് സംസ്ഥാനം ഏറ്റെടുത്തുകൊള്ളാം എന്നുള്ളൊരു നിലപാടും അത് കേരളം കഴിഞ്ഞ കുറച്ചു കാലമായി പറയുന്നതാണ്. അതും ഇന്നത്തെ യോഗത്തിൽ മുഖ്യമന്ത്രി ആവർത്തിക്കുന്നുണ്ട്. ഇത് ഈ പാത ഇരട്ടിപ്പിക്കുന്ന കാര്യത്തിലാണ്. കാരണം 2 വരി പാതയുമായി മുന്നോട്ട് പോകാനുള്ള എല്ലാ സാഹചര്യവും നിലനിൽക്കുമ്പോൾ സംസ്ഥാനം ഈ ഒറ്റവരി പാത എന്നുള്ള ഒറ്റ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതാണ്. എന്തായാലും തുടർച്ച, അതായത് ആദ്യം പദ്ധതി തുടങ്ങട്ടെ, അത് നിലവിൽ സിംഗിൾ ലൈൻ ആകാം, അതിനുശേഷം വികസന ഘട്ടത്തിൽ ഈ പാത ഇരട്ടിപ്പിക്കുന്നത് പരിഗണിക്കാമെന്നുള്ളതാണ് ഈ യോഗത്തിൽ മുഖ്യമന്ത്രി പറയുന്നത്. എന്തായാലും കേന്ദ്ര നിലപാട്, റെയിൽവേയുടെ നിലപാടെല്ലാം നിർണായകമായിരിക്കും. കാരണം കഴിഞ്ഞ ദിവസമാണ് ഈ 2 വരി പാത തന്നെ വേണം എന്നുള്ളൊരു നിലപാട് റെയിൽവേ ആവർത്തിച്ചത്. അതോടൊപ്പം തന്നെ ഈ പ്രോജക്ടിന്റെ ഈ പദ്ധതിയുടെ ഒരു കോസ്റ്റ്, അതായത് 9300 കോടിയായിട്ട് വളരുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ ആ രീതിയിലേക്കൊക്കെ കേന്ദ്രം അല്ലെങ്കിൽ റെയിൽവേസ് നിലപാട് സ്വീകരിച്ചിരുന്നു. അപ്പോഴാണ് സംസ്ഥാനം വീണ്ടും ഇങ്ങനെയുള്ളൊരു നിലപാട് യോഗത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നീലിമ. ശരി.